ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. നമ്മൾ ഇന്ന് വീണ്ടും മൈൻക്രാഫ്റ്റായിട്ടോ കളിക്കുന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ വെറും മൈൻക്രാഫ്റ്റ് അല്ല, വൺ ബ്ലോക്ക് സീരീസാണ് ഗൈസ്. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മൈൻക്രാഫ്റ്റിൻ്റെ. ഇത് വൺ ബ്ലോക്കാണ് ഗൈസ്. കണ്ടോ, ഈ ബ്ലോക്ക് എത്ര പൊട്ടിച്ചാലും നമ്മളെ കൈമിലോട്ട് കുറേ കിട്ടിക്കൊണ്ടേ നിൽക്കും. അതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരാം. ഓക്കെ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പുക പോണ സാധനമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാണിക്കുന്ന വീഡിയോ ഞാൻ ഇടണമെങ്കിൽ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് 30 ലൈക്ക് തരാണെങ്കിൽ ഉറപ്പായിട്ടും കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ 30 ലൈക്ക് കിട്ടിയിട്ടില്ലേനു. ആ വീഡിയോ ഇട്ടത് ഗ്രാനുലർ മൾട്ടിപ്ലെയർ ആണ്. അത് ഞാൻ ജയിച്ചിട്ടുണ്ട്. അതാണ് ഇട്ടത്, വേറെ ഇട്ടിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ മാക്സിമം ആ ഇതിന് പകരം ഈ വീഡിയോക്ക് 30 ലൈക്ക് എല്ലാവർക്കും തരാൻ നോക്കാം. ഒരു പുകയൊക്കെ പോകണം, ഒരു അടിപൊളി സാധനം ഞാൻ വാങ്ങിക്കുന്നു. കിടിലോസ്കി സാധനം. പുക പോകും, പിന്നെ നല്ല അടിപൊളി നൈസ്, എല്ലാത്തിനും നല്ല ഉപകാരം, അടിപൊളി സാധനം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ കാണിക്കണേ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് മെയിനായിട്ട് വന്നു. പിന്നെ ഒരു കാര്യം പാടിയുണ്ട്. ഇത് ഞാൻ ഈ പുകയൊക്കെ പോണ സംഭവം എന്താണെന്ന് അറിയുന്ന ആൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. ഗസ് ചെയ്യുക. ഓക്കെ, ഗസ് ചെയ്യണ ശരിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പിന്നെ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ബ്ലോക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിക്കാക്സും കാളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു വിചാരം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ബ്ലോക്കും കൂടി പൊട്ടിക്കട്ടെ. എൻ്റെ വിചാരം ഇവിടെ ഒരു വലിയ സർക്കിള്, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഈ ബ്ലോക്ക് അപ്പോൾ ഇവിടെ നമ്മൾ വലിയൊരു സർക്കിൾ വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ബേസ് ആയിരിക്കും, ഒന്നെങ്കിൽ ബേസ് ആയിരിക്കും. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഇനി കമൻ്റ് ഇടുക. ബേസാണ് വേണമെങ്കിൽ ലൈക്ക് അടിക്കുക. അല്ലെങ്കിൽ ഞാൻ നോക്കണ ഇപ്പോൾ ബേസ്, ചെറിയൊരു ബേസ്, അതിൻ്റെ ഉള്ളിലോട്ടൊരു വിമാനം എയർപ്ലെയിൻ ഇങ്ങോട്ട് ഇവിടേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കണമെങ്കിൽ കമൻ്റ് ഇടുക. എയർപ്ലെയിനിന്ന് കമൻ്റ് ഇടുക ഗൈസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, പേടിക്കണ്ട. നമുക്ക് ഇതിൽ ബേസ് വേണോ അല്ലെങ്കിൽ എയർപ്ലെയിൻ വേണോ അങ്ങനെ കമൻ്റ് ഇട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ ചെറുതല്ലേ, ഇപ്പോൾ നമുക്ക് വലുതാക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഇതാണ് കേട്ടോ മുഴുവൻ ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഇത്. ഓക്കെ, ഇങ്ങോട്ട് ഇവിടെ ഓക്കെ എടാ ചേടാ, അപ്പം ഇങ്ങനെ എടുക്കുക. ഇല്ല, യെസ്, ഭാഗ്യം കൊണ്ട് കിട്ടി, ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടി. ഓക്കെ, കിട്ടി. ഓക്കെ, ഇപ്പോൾ ഏകദേശം എളുപ്പമല്ലേ. ഇനി കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടോ. ഇങ്ങനെ നമുക്ക് മെല്ലെ സെറ്റ് ചെയ്ത് നമ്മളെ റൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. റൗണ്ട് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. എനിക്ക് തോന്നണേ ബേസിനേക്കും കൂടുതൽ ആൾക്കാർക്ക് ഇതായിരിക്കല്ലേ, അല്ലെങ്കിൽ എയർപ്ലെയിൻ ലാൻഡ് ചെയ്യണത്. എയർപ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന പൊളിയൊക്കെ ആയിരിക്കും, കാരണം എയർപ്ലെയിൻ ഇങ്ങനെ ലാൻഡ് ചെയ്യാം. എന്താ അത് ബ്യൂട്ടിഫുള്ളാണ്. കഴിച്ചാണെങ്കിൽ നമുക്ക് എയർപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിനാക്കാം. കുറച്ച് പണി ആസ്തിയെടുക്കേണ്ടി വന്നതും പേടിക്കുന്നതാണ്.
ഇതെടുത്തിട്ട് കാണിച്ചേ. അവിടെ അടിയിലോട്ട് പോയി. ഞാൻ എല്ലാം പോച്ച് ഗൈസ്. ഏടാ ഇവിടെ ഉണ്ടീനടോ. ഞാൻ വെറുതെ അപ്പുറത്തോട്ട് എടുത്ത് ചാടി. ഓക്കെ, ഇനി ഇവിടെ 1 2 2 ഇവിടെ 1 2 3 4 5. ഓക്കെ, ഇവിടെ കിടക്കട്ടെ ഗൈസ്, കാരണം ക്രീപ്പറൊക്കെ വരാനുണ്ടാവും. ഇതിലൊരു പറഞ്ഞാൽ ക്രീപ്പർ, സോംബീസ്, പിന്നെ ഷീപ്പ്, അങ്ങനെ എല്ലാ സകല സാധനങ്ങളും ഇതിൻ്റെ അകത്ത്. ഡയമണ്ട് ഒക്കെ ഇതിൻ്റെ അകത്ത് വരും. മേടിക്കാനൊന്നുമില്ല ഗൈസ്, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ വരും. നമുക്ക് എന്തെങ്കിലും ഇനി ഉണ്ടാക്കണം. ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കണോ? അതിൻ്റെ ഇതോടെ ഇവിടെ ഒരു സാധനം ഉണ്ടെങ്കിലോ. അതാക്കിടി. ഇതൊക്കെ ഇത് ഉണ്ടാക്കട്ടെ. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഒന്നുകൂടെ. ഇത് ബ്ലോക്കും വേണം, അതും വേണം. അപ്പോൾ ബ്ലോക്കിങ്ങില്ലേ, വുഡിങ്ങില്ല. അതുകൊണ്ട് വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഇതൊക്കെ ഇനി തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ഇവിടെ മറ്റേ ഇതിനെ കൊണ്ട് വലിയ കാര്യമില്ല ഗൈസ്. ഇത് വെച്ചിട്ട് വലിയ കാര്യമില്ല. നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും സെറ്റാക്കാൻ നോക്കാം. സെറ്റാക്കാൻ കഴിയണമെന്ന് നോക്കാം. പിന്നെ ഇത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ധൈര്യത്തിന്. ഓക്കെ, കുറേ സ്റ്റോണ് കളൊക്കെ കിട്ടുന്നു. ആൻഡ് വുഡാണ് നമുക്ക് ഇപ്പം മെയിൻ. അല്ല, ഇത് സ്റ്റോൺ അതിനെക്കാട്ടി മീനൊക്കെ തന്നെയാണ്. 2 മീനാ പോരെ. അല്ല പിന്നെ ഓക്കെ നമ്മളിപ്പോൾ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, സോംബീസ് ഒന്നും വരത്തെ. നിങ്ങൾക്കില്ലേ എൻ്റെ ലൈഫിൻ്റെ അടിയിലായിട്ട് ഒരു സംഭവം കാണും. ആ സംഭവം കാരണമാണ് ഒന്നും വരാത്തത്. അല്ല, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഓക്കെ ഇനി ഇതിന്ന് എന്താ പറയുക ചെയ്യേണ്ടത്? മറ്റേതവിടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇത് ഓക്കെ, സെറ്റ് ഓൾ സെറ്റ്. ഇതിവിടെ അപ്പോൾ ഇവിടെ എന്തൊക്കെ ഇവിടെ നമുക്ക് മറ്റേ വേണം. നമുക്ക് ഷീപ്പ് അങ്ങനെ കുറേ സംഭവങ്ങൾ വരുമ്പോൾ അപ്പുറത്തോട്ട് നീക്കണ്ടേ. ഇത് വേണം. അടിപൊളി. ഇപ്പോൾ ഇങ്ങനെ പൊട്ടിക്കാം. ഒക്കെ പൊട്ടി വീകെല്ലാം മോനെ. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല കുഴപ്പമാണ്. ഓക്കെ, ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. 21 ആയിട്ടുണ്ട്. അപ്പോൾ 20 വെക്കാം. ഞാൻ ഒരു ഇതിൽ ഞാനുണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, 1 2 3 4 5 6 7 8
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കല്ല് വെച്ചായി, അത് സീനില്ല. നമുക്ക് ഇവിടേക്ക് 25 വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എല്ലായിടത്തോട്ട് 20 കല്ല് വിത്തം വെക്കാം. അതിന് മുന്നേ ഇതൊന്ന് പൊട്ടിക്കട്ടെ. എൻ്റെ എല്ലാം നിർത്തോട്ട് പോടോ. ഓക്കെ, ഇതെന്തായാലും വെച്ച് തന്നു. ആദ്യം നമുക്ക് ഇനി എന്താ അറിയേണ്ട ഇനി കുനിയ പൊട്ടിക്കുക, എടുക്കുക, കിട്ടി. എന്നിട്ട് ഇതെടുക്കുക. സ്റ്റോറേജ് ബോക്സോടെ ഇതൊക്കെ വെക്കട്ടെ. സ്റ്റോറേജ് ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടി. 1 ബ്ലോക്ക് ഈസി ഐസ്. സോംബീസ് വന്നാൽ ടഫ് ഐസ്. തുറക്കടാ. ഇത് അങ്ങോട്ടും വെച്ചാൽ ശരിയില്ല. ഇത് അടിയിലേക്ക് ഇട്ടിക്കണം. വീണല്ലേ, വീണ പണിയാവും. മതേ. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടും. ഇന്ന് വെച്ചിരിക്കും ഇങ്ങനെ. അതല്ല പിന്നെ പറയലേ, നമ്മളെ കളി ഓക്കെ. വിട്ട് ഇതെന്താ, നമുക്കൊരു ജസ്റ്റ് സേഫ്റ്റിയാണ് ഗൈസ്. എനിക്കെല്ലാം ഇത് പേടിയില്ല, പക്ഷെ ജസ്റ്റ് ഒരു സേഫ്റ്റി. അഥവാ ഞാൻ ക്രീപ്പർ മറ്റേ പച്ചത്തുള്ളി തുമ്പി ആയിട്ട് സാധനം വന്നാൽ പൊട്ടിത്തെറിച്ച് പൊളിക്ക്. ഇപ്പം നമ്മൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോരോ സ്ഥലങ്ങളെ സംഭവങ്ങളൊക്കെ വരാം. ഓക്കെ, എനിക്കൊരു പിക്കാക്സ് വേണോടാ. എനിക്കൊരു പിക്കാക്സ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിക്കാക്സ് ഓക്കെ. പൊടി നമുക്കെല്ലാം ഒരു ബ്ലോക്ക് എല്ലാത്തിലും എല്ലാ ബ്ലോക്കും അത് അങ്ങനെയൊക്കെ സെറ്റാക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ റെഡി ആക്കണം. ടൈമുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതും കൂടി പൊടിക്കട്ടെ. നമ്മളിപ്പോൾ കുറേ മൈനിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം കുറേ ബ്ലോക്ക് പൊട്ടിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ആകാശത്താണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പീസൊക്കെ വെക്കുമ്പോൾ ഏതൊക്കെയുണ്ട്. ഓക്കെ, പോട്ടെ. ഇതൊക്കെ ഇനി അങ്ങോട്ട് പൊട്ടിക്കേ. ഞാൻ നോക്കണ്ട. നമുക്ക് ആ ഇത് സോംബീസ് വരുന്ന മോഡാവണ വരെ പൊട്ടിക്കാം. കുറേ സാധനങ്ങൾ വരും സോംബീസിൻ്റെ. ഇത് ഞാൻ പറഞ്ഞ ഇത് മൊബൈലാണ് കളിക്കുന്നത്. മൊബൈൽ കളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കമൻ്റ് ഇട്. ഇതെങ്ങനെ എങ്ങനെയാണ് കളിക്കണേ, എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ ഗൈസ് കമൻറ്റ്. പിന്നെ ബേസ് വെക്കുന്നവർക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക. പിന്നെ മറ്റേ ഗസ് ചെയ്യാനുള്ളത് അറിയണവർ ഗസ് ചെയ്യുക. പിന്നെ നമ്മളെ എയറോപ്ലെയിന് വേണമെങ്കിൽ എയറോപ്ലെയിനിന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ വിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. വണ്ടി പൊട്ടേ. ഓക്കെ, നമ്മളെ ഇതെടുത്തിട്ട് സെറ്റാണ്. ഒരു ബ്ലോക്കും പാടി ഉണ്ടെങ്കിൽ
സെഡാക്കി കളഞ്ഞ് തന്നെ. അപ്പോൾ ഇവിടെ 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 ഇതിവിടെ ഇതിവിടെ ഇവിടെ 25 ബ്ലോക്ക്, ഇവിടെ അപ്പോൾ 25 ബ്ലോക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ബാക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇത് 25 കേട്ടോ. ഒരു ഞാൻ 50 ബ്ലോക്ക് വരെ വെക്കും, പക്ഷെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ബാക്കി 5 ബ്ലോക്ക് ഉണ്ടാവില്ലേ? ഓക്കെ, 5 വെച്ച് വീണ്ടും 5 നമുക്ക് വെച്ച് കഴിച്ചു. ഇനി ഒരു 10 വെക്കട്ടെ. 10 ഈസി ആയി. ഇപ്പം നമ്മളതിൽ കുറേ കോബിൾ സ്റ്റോൺ അങ്ങനത്തെ ഒരു സ്റ്റോണാണിത്. നമുക്ക് ഇതെന്തായാലും സെറ്റാക്കാം. അപ്പോൾ ഒരു 5 വെച്ച് ഇത് ഫുള്ള് സെറ്റാണ്. 5 വെച്ച് വീണ്ടും വലിയ ടഫൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ആടാണോ എന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം കിടക്കട്ടെ. ആടാണോ മറ്റേതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കിടക്കട്ടെ. എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടേക്കൊരു 5 ഇവിടേക്കല്ലേ 5 ഇങ്ങോട്ടോ അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് 5 അപ്പുറത്തോട്ടിടാം. നമ്മുടെ മറ്റേ സ്ഥലം ഇവിടെ ആവിക്കല്ലേ. ഓടോ തുഞ്ഞതൊന്ന് കുറേ നേരം എന്നിട്ട് വീണ് ഗൈസ്. സാധനങ്ങളൊന്നും പോയില്ലേ. ഭാഗ്യമുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം വിളിക്കുന്നതിനെ കൊണ്ടാവാൻ ചാൻസ്. അടിപൊളി. പണിയായി. ക്ലിയർ. മാതിരിൻ്റെ കോഴ്സാണ് ഇതേ. ഇപ്പോൾ ഒരു നൈറ്റ് കഴിഞ്ഞ് രാവിലെ ആവാനായി. ഞാൻ നൈറ്റ് ആയതും കൂടി അറിഞ്ഞില്ല, ഇപ്പോൾ അറിയുന്നത്. ഓക്കെ, തൊടത്തൊടുത്ത് പോരെ. ഇനി പേടിക്കണ്ടല്ലോ. ഇനി സാധനങ്ങളൊക്കെ ഇറക്കി ഇറക്കം നല്ല കുട്ടി ഇറക്കട്ടോ. ഓക്കെ, തീവിടെ പൊട്ടി. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെയൊക്കെ ബ്ലോക്ക് എങ്ങനെയുണ്ട് ഇപ്പം ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇത്രയും ചെയ്തു. വാവ്. നമുക്ക് ബ്ലോക്ക് മൈനിങ്ങിലോട്ട് പോവാൻ. ഇതിപ്പോൾ എന്തിനാണ് ജസ്റ്റ് ഒന്ന് പൊക്കം കൂടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഇപ്പോൾ ഇതാവും. പിക്കാക്സ് അവിടെ നിൽക്കുന്നത് ശരിയല്ല. പെട്ടെന്നിട്ട് സോംബി വന്നാലാണ് വിറ്റാവാ. ക്രീപ്പറോ തീയൻ്റെ ഒന്ന് തേഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഒരു 5 സാധനങ്ങളൊക്കെ ഇതാക്കുമ്പോൾ നമുക്ക് എടുക്കാം. 1 2 3. എന്താ പൊട്ടിയേ? എന്തോന്ന് പൊട്ടിയില്ലോ? എന്തോ പൊട്ടിട്ട്. എടാ നമ്മളെ മറ്റേ സാധനമാണ് പൊട്ടിയേ. നമ്മളെ മറ്റേ ആക്സ് പോയി ഉണ്ടാക്കാം. എന്നാൽ സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാം. ഒന്നും നോക്കണ്ട. ഓക്കെ, സ്റ്റോൺ ആക്സ് റെഡിയാക്കാം. സ്റ്റോൺ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സ്റ്റോൺ ആക്സ് ഓക്കെ, സ്റ്റോൺ ആക്സ് കിട്ടിയിട്ടുണ്ട്. പേടിക്കണ്ട മകനെ. ഓക്കെ, എന്ന് പിടിച്ചോ ബ്ലോക്ക്. ഇത് പിടിച്ചോ. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ വളർന്നു അത്ര ഇതായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇത്രയും ആയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡായിട്ട് വരെ സോംബീസ് വന്നിട്ടില്ല. ഇവരൊക്കെ ഉണ്ട്. സോംബീസ് വരണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇപ്പോൾ വീണ്ടും ബ്ലോക്ക് മൈനിങ് ചെയ്യാം.
ജോണാണ് പണി. ഇതൊക്കെ നമ്മളെ കൈമിലോട്ട് വരുന്നടി. ഇത് പൊളിച്ച് മൈനിങ് അടിപൊളിയാ. ഈ മൈനിങ് ഇപ്പോൾ സെറ്റ്. ഓക്കെ ഇപ്പോൾ നമ്മളെ കൈമിലോട്ട് വരുന്ന ഡേയ്സ്. നേരത്തെ അവിടെ തന്നെ കിടക്കേന്. ഓക്കെ പേടിക്കണ്ട, നമുക്കിവിടെ സെറ്റാകാം. എന്താ ഗെയിം ലെവലോ കുട്ടി ചെറുത്തമ്മ കിട്ടാൻ തുടങ്ങി. കണ്ടല്ലോ, ഒരു എന്തോ സാധനം ആടാണോ മറ്റേതാണോ മറിച്ചതാണോ ഒന്നും എനിക്കറിയില്ല. എന്തോ സാധനത്തിന് തന്നു. ഓക്കെ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മളെ സ്ഥലം വലുതാക്കാം. ആദ്യം ഉണ്ടാക്കാം, എന്നിട്ട് സ്ഥലം വലുതാക്കാം. ഓക്കെ ഫർണിച്ചർ അവിടെ വീഴല്ലേ. അഞ്ചോ മോനെ ഇപ്പം വീണേ. അവിടെ TNT ഗൈസ് നമ്മളെ ലൈഫിൻ്റെ അടിയിലോട്ട് നോക്കി പെട്ടെന്ന്. എന്താ മോനെ മോമാറ് ചവിട്ടി കുട്ടിഞ്ഞി. ഓക്കെ 24 ബ്ലോക്ക്. ഓക്കെ 1 2 3 4 5 5 ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നീട്ടാം. ഓക്കെ ഇങ്ങനെയൊക്കെ മെല്ലെ പോകേ. പെട്ടെന്ന് നടക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ് ഇവിടെ നമുക്ക് 3 ഇത് വെക്കാണ്ട്. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞേരേ. ഇത് വെക്കട്ടെ. ഓക്കെ 1 2 3 ഒരൊറ്റ കോബ്ലർ സ്റ്റോൺ മാത്രം ബാക്കിയുണ്ട്. അങ്ങനെയെന്നറിയോ, ഞാൻ അവിടെ ആദ്യം വെച്ചപ്പോൾ ഇവിടെ 3 വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷെ 3 എണ്ണം വെക്കാതെ ഞാൻ 20 വരെ എണ്ണിപ്പോയിട്ടാ. ഓക്കെ വേറെ ഒന്നുമില്ല. ഓക്കെ നമ്മളെ ഇനി ഇതിവിടെ വെക്കാം. ഇതെന്താ ഗൈസ്, എന്താ ഷോപ്പ് എനിക്കെന്താണെന്നറിയില്ല. പോടായിരുന്നു അപ്പുറത്തോട്ടി. ഇവിടേക്കത്തെ വന്നാലാ ഇവിടെ എന്നെ അടി കിട്ടണോ എനിക്ക്? അടി പോടന്നേ. ഓക്കോ അവിടെ നിന്നാൽ മതി. ഓക്കെ നമ്മളെ മൈനിങ്ങിലോട്ട് ചോരയുടെ കുട്ട ഗൈസ്. കണ്ട മറ്റേ സാധനം ചോരയുടെ മുത്ത് ഈ ചെക്കനെ കൊണ്ട് അടി മാറാ. ഇപ്പൊ ചാവും ഓൻ ചത്ത്. ഇതെന്തോ കൂടെ എടാ പൊട്ടാ തുറന്നത് പോടെ. അതാ വാ പോടാ വേണ്ടി ഇറങ്ങി പോടാ. എൻ്റെ ഒന്ന് ചട്ടി വാങ്ങിക്കും. പൊട്ടോ എൻ്റെ ഒരു കുറ്റവുമല്ല ചക്ക, നീ തന്നെ പോയതാ. ഇത് മറ്റേതെന്താ മനസ്സിലാ, മറ്റേ ഇത് കോള് നമുക്ക് ജസ്റ്റ് ഒന്ന് കോളതിനെ കൊണ്ട് നമുക്ക് ഫസ്റ്റ്മനെ കൈമ പിടിച്ചേക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കണ്ടില്ലേ, കോള് വന്നില്ല. ഇപ്പോൾ ഇനി അടുത്തത് അയണ് വരും. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഇനി അങ്ങോട്ട് സോംബീസ് വരും ഗൈസ്. സോംബിയാ ആക്രമിക്കോ? അതൊരു പാവനൊക്കെ. TNT എൻ്റെതെല്ലാം പോച്ച്. ഓളെ കൂട്ടിച്ചാത്ത കറക്റ്റനപ്പുറത്ത് ഗൈസ്. കണ്ടോടാ, ഇത് കണ്ടോ? TNT ആണ് ഗൈസ്. ഇനി
ഇതിനിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു വഴി വേണം. ഇങ്ങനെ ചെറിയ അടച്ച ഈ പൊട്ടനെ ഞാൻ ഇപ്പം എന്തൊക്കെ ശരിയാക്കി തരാം. അതിന് ഞാനിപ്പോൾ ശരിയാക്കി തരാം. ശരി എന്നാ ഭാഗ്യം കൊണ്ട് ഭാഗ്യമേ മാത്രം നമുക്ക് ഒന്നും ഇതായിട്ടില്ല. അവിടെ തന്നെ മുട്ടിച്ചതാ. നിലത്തോട്ട് അവനെ രക്ഷിക്കണ്ടായിരുന്നു. കൂട്ടിച്ചതാ ഈ ഇങ്ങനെ നിലത്തിടാനായടാ. ഓനെവിടെ നിലത്തൊക്കെ ഇട്ട് എല്ലാം പിന്നെ എന്നോടാ കളിക്കുന്നത്. ഗൈസ് നമുക്ക് ഈ ഡയമണ്ട് മടി പൊട്ടിച്ചിട്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ശരിയെന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത് എന്തൊരു വൈൻഡപ്പ്. എൻ്റെ പോയ സാധനങ്ങൾ എടാ എല്ലു പോടാ. ഇതെന്തോടാ? ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടോ. ഇതിങ്ങനെ പോവാണെങ്കിൽ ഉറപ്പാ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുന്നുണ്ട്, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് 3 TNT കിട്ടിയിട്ടുണ്ട്. ഹാപ്പിയാണ് ഞാൻ, തൃപ്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നൊരു സംഭവത്തിൻ്റെ പേര് ഗെസ് ചെയ്യുക. പിന്നെ ബേസ് വേണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡിങ് വേണോ എന്ന് കമൻ്റ് ഇടുക. ഫ്ലൈറ്റ് ലാൻഡിങ്ങാ വേണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ഫ്ലൈറ്റ് ലാൻഡിന്ന്. അല്ലെങ്കിൽ ബേസ് എന്ന് ഇടണ്ട, പകരം ലൈക്ക് അടിച്ചാൽ മതി. പിന്നെ 35 ലൈക്ക് 30 ലൈക്ക് ആകുമ്പോൾ ഞാൻ ആ പുകയൊക്കെ പോകുന്ന സാധനത്തു നിന്ന് ഞാൻ കിട്ടും വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, പിന്നെ ലൈക്കൊക്കെ എല്ലാവരും അടിക്കട്ടോ. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം 1 ബ്ലോക്ക് ഇത് മൊബൈലിൽ കളിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു, പക്ഷേ കിട്ടിയില്ല. പക്ഷേ അവസാനം കിട്ടി. അപ്പോൾ നമുക്ക് ഈ വീഡിയോക്ക് കുറച്ച് ലൈക്കൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ആ അടുത്ത വീഡിയോയിൽ ഈ 1 ബ്ലോക്കിൻ്റെ അടുത്ത വീഡിയോയിൽ ഒരു ടാർഗറ്റ് വെക്കാം. അപ്പോൾ ആ ടാർഗറ്റിൽ ഫുള്ള് കിട്ടുകയാണെങ്കിൽ ഞാൻ മൈൻക്രാഫ്റ്റ് 1 ബ്ലോക്ക് ഇങ്ങനെ കളിക്കണമെന്ന് ഞാൻ പറയാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോ ബൈ ബൈ.